കാരണം വിജയോട് DMK തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങളൊരു പോപ്പുലാരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്, തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജനക്കൂട്ടം ഉണ്ടാകും, ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ആളുകൾ ഇരച്ചെത്തും, അത് വലിയ ദുരന്തത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നടത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ വിജയ് അത് കേൾക്കാതെ വിജയ് നേരെ കോടതിയെ സമീപിച്ചു. അവസാനം കോടതിയിൽ നിന്ന് മണിക്കൂറുകൾക്ക് മുമ്പാണ്, ഈ റാലി നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അവിടെ വിജയ്ക്ക് അനുമതി കിട്ടിയത്. കോടതിയിൽ നിന്ന് അനുമതി കിട്ടിയത് മാനദണ്ഡങ്ങളോട് അല്ലെങ്കിൽ കൃത്യമായി കോടതി നിയമങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോടതി റാലിക്കുള്ള അനുമതി കൊടുത്തത്. 10,000 പേർ മാത്രമേ റാലിക്ക് ഉണ്ടാകാവൂ, 10,000-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം 50,000 പേർക്ക് തങ്ങാവുന്ന വലിയൊരു സ്ഥലമാണ് അനുവദിച്ച് നൽകിയത്. പക്ഷേ 10,000-ൽ കൂടുതൽ വന്നാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ തന്നെ നേരിടണം എന്ന് കൃത്യമായ മുന്നറിയിപ്പ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ വിജയ് പോകുന്ന വാഹനത്തിന്റെ പിന്നിലേക്ക് ആളുകൾ ഓടരുത്. കാരണം വിജയിയെ ഒരു നോക്ക് കാണാനായി കൂടുതലും വരുന്നത് കുട്ടികളും, നേരത്തെ പറഞ്ഞതുപോലെ 13-നും 18-നും ഇടയിലുള്ള പിള്ളേരും, പിന്നെ ഈ 20-നും 25-നും വയസ്സിലുള്ള ആ കുട്ടികളും ഒക്കെയാണ്. അപ്പോൾ ഇവർ ഈ വിജയുടെ വാഹനത്തിന് പുറകിലൂടെ ഓടുക. അപ്പോൾ സ്വാഭാവികമായും ഈ തിക്കും തിരക്കും ഉണ്ടാവും. നമുക്കറിയാം, ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടാവും. അനൗദ്യോഗികമായ കണക്കുകൾ അനുസരിച്ചാണ് വരുന്നത് ഈ 2 ലക്ഷത്തിലധികം പേരുണ്ടാകുമെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ 2 ലക്ഷം പേരെന്ന് പറയുന്നത് വലിയ തിങ്ങിക്കൂടിയ ജനമാണ്. അകത്ത് കടന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ഈ ഇങ്ങനെ അടഞ്ഞടഞ്ഞിരിക്കുക, എപ്പോൾ വേണമെങ്കിലും അതങ്ങ് പൊട്ടിത്തെറിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ജനക്കൂട്ടമാണ് ഈ ആളുകളെല്ലാം കൂടി കൂടുമ്പോൾ ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചാൽ മതി, പിന്നീട് അത് വലിയ ദുരന്തത്തിലേക്ക് മാറും. ആ കാഴ്ചയാണ് കരൂരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്നുള്ളത്. ഇപ്പോൾ വിജയ് ഈ കരൂരിലേക്ക് എത്താൻ 6 മണിക്കൂർ എടുത്തു. വിജയ് എത്തുന്നത് വരെ ഈ ആളുകൾ കാത്തു നിൽക്കുകയാണ്. സ്വാഭാവികമായും ആളുകൾ തളർന്നു, പലരും കുഴഞ്ഞു വീഴാൻ തുടങ്ങി, ഗർഭിണികൾ അടക്കമുള്ളവരുണ്ട്, പലരുടെയും അവസ്ഥ മോശമാകാൻ തുടങ്ങി. അങ്ങനെ വിജയ് തന്നെ എല്ലാവർക്കും വെള്ളം കൊടുക്കുക എന്ന് വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിലൊക്കെ വൈറലാവുന്നുണ്ട്. വിജയ് വെള്ളം എറിഞ്ഞു കൊടുക്കുന്നുണ്ട്, വെള്ളക്കുപ്പികൾ ഓരോരുത്തർക്ക് എറിഞ്ഞു. അപ്പോൾ ഇത് പിടിക്കാനായി ഓരോരുത്തർ ചാടുന്നതിനിടയ്ക്ക് പലരും വീഴുന്നു, പലരുടെയും പുറത്തേക്ക് കയറി പലരും വെള്ളക്കുപ്പി വാങ്ങുന്നു. അങ്ങനെ അത്തരത്തിൽ ഈ ചവിട്ടും ഇടികളും ബഹളമൊക്കെ ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായി എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.